ഓണവിൽപ്പനയിൽ ഏതായാലും കുതിച്ചു കയറുന്നുണ്ട് സപ്ലൈകോ. വിറ്റുവരവിധ 300 കോടിയിലേക്ക് അടുക്കുകയാണ്. 19 ദിവസത്തിനിടെ സപ്ലൈകോയുടെ വിൽപ്പനശാലകളും ഓണം ഫെയറുകളും ഒക്കെ സന്ദർശിച്ചത് 26 ലക്ഷത്തോളം ഉപഭോക്താക്കളാണ്. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പ്രത്യേകമായി സംഘടിപ്പിച്ച ഫെയറുകളിൽ നിന്ന് മാത്രം ഏകദേശം 2 കോടി രൂപയുടെ വിറ്റുവരവ് ലഭിച്ചിട്ടുണ്ട്. തിരുവോണത്തിന് മുൻപ് തന്നെ സൗജന്യ കിറ്റുകൾ പൂർണ്ണമായി വിതരണം ചെയ്യാൻ സാധിച്ചതും ഭക്ഷ്യവകുപ്പിന്റെ ഒരു ക്രെഡിറ്റായി മാറിയിരിക്കുകയാണ്. അരുൺ സോൾമൻ കിഴക്കേക്കോട്ടയിലെ പീപ്പിൾസ് ബസാറിലുണ്ട്. അരുൺ, ഹിറ്റടിച്ചിരിക്കുന്നു സപ്ലൈകോ. ഏതായാലും ജനപ്രിയമായിരിക്കുന്നു ഇത്തവണയും സപ്ലൈകോ എന്നതാണ്. വിറ്റുവരവൊക്കെ അങ്ങ് റെക്കോർഡിലേക്ക് എത്തുകയാണല്ലേ? വിനീത, ഒരു സംശയം വേണ്ട, ഇത്തവണ ഓണം സപ്ലൈകോ തൂക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഞാനുള്ളത് അട്ടക്കുളങ്ങര ഈ പീപ്പിൾസ് ബസാറിലാണ്. ഇവിടെ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ തന്നെയും ഇപ്പോൾ സപ്ലൈകോ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി തിരുവോണത്തിന് 2 നാളുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെ പ്രവർത്തകർ ഇപ്പോൾ എല്ലാം പാക്കിങ്ങിൻ്റെ തിരക്കുകളിലാണ്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പഞ്ചസാര, ഉലുവ, ചെറുപയർ അടക്കമുള്ള സബ്സിഡി സാധനങ്ങളൊക്കെ ഇപ്പോൾ പാക്കിംഗ് നടന്നു വരികയാണ്. അതിലുപരി തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേവലം 19 ദിവസം കൊണ്ട് തന്നെ 200 കോടി വിറ്റുവരവ് സപ്ലൈകോ നേടിയിരിക്കുകയാണ്. അതിൽ ഉപരിയായിട്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങൾ ഏറെ നിർണായകമാകും. കാരണം കഴിഞ്ഞ ഓണക്കാലം 400 കോടിക്ക് മുകളിൽ തന്നെ വലിയ വിറ്റുവരവുണ്ടായിരുന്ന ഒരു റെക്കോർഡ് സപ്ലൈകോ നേടിയിരുന്നു. ഇതിൽ തന്നെ ഇപ്പോൾ ഭക്ഷ്യവകുപ്പിൻ്റെ ഒരു ഇടപെടൽ, പ്രത്യേകിച്ചും വിലക്കയറ്റം പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ യുദ്ധമൊക്കെ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നിലവിൽ ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയെ മറികടക്കാൻ എങ്ങനെ മുന്നോട്ട് പോകാം എന്നത് നേരത്തെ തന്നെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഭക്ഷ്യവകുപ്പ് പ്രവർത്തിച്ചത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റ് തന്നെ നോക്കുമ്പോൾ തന്നെ കാണാം, എല്ലാ സാധനങ്ങളും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ വരുന്ന ഇനിയൊരു മണിക്കൂറുകളിൽ, ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ എല്ലാ ഉപഭോക്താക്കൾക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം ഇന്ന് സപ്ലൈകോ തുറന്ന് പ്രവർത്തിക്കുമെങ്കിലും വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എങ്കിൽ തന്നെയും നാളെ ഇനി അടുത്ത ദിവസങ്ങൾ ഉത്രാടപ്പാച്ചിലൊക്കെ ആകുമ്പോൾ തിരുവനന്തപുരം നഗര മധ്യത്തിലേക്ക് ആളുകൾ തിങ്ങി എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സബ്സിഡി സാധനങ്ങൾക്ക് പുറമേ തന്നെ ശബരി സിഗ്നേച്ചർ കിറ്റുകൾ ഇത്തവണയും ഉണ്ട്. കഴിഞ്ഞ സർക്കാർ നൽകിയ കിറ്റുകൾക്ക് സമാനമായി തന്നെയാണ് ഇത്തവണയും ഉള്ളത്. അതിൽ തന്നെ 1500 രൂപ, 2000 രൂപ വിലമതിക്കുന്ന 31ഓളം വരുന്ന സാധനങ്ങളുള്ള കിറ്റുകളാണ് നിലവിൽ നൽകി വരുന്നത്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ട ഈ കിറ്റുകൾക്കുപരി തന്നെ 300ഓളം വരുന്ന ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഇവിടെ വിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിൽ കഴിഞ്ഞ ഒരു ഓണക്കാലമൊക്കെ ആവുമ്പോൾ വെളിച്ചെണ്ണയുടെ വിലയായിരുന്നു ഏറ്റവും അധികം കുതിച്ചുയർന്നത്. അത് പിടിച്ചു നിർത്താനായിട്ട് സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ ശബരി വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ 229 രൂപ മാത്രമാണ് ഉള്ളത്. ചേട്ടൻ എന്താണ്, വെളിച്ചെണ്ണയാണ് തിരക്കുന്നത്? വെളിച്ചെണ്ണ അപ്പുറത്തെ സൈഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വിനീത, എല്ലാവരും വെളിച്ചെണ്ണയും ഇങ്ങനെയുള്ള ചില വില കൂടിയ, പുറത്ത് പോയാൽ വലിയ വിലയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ സപ്ലൈകോയിലേക്ക് എത്തുകയാണ്. കാരണം കേര വെളിച്ചെണ്ണ ആയാലും ഏകദേശം 280-290 രൂപയ്ക്ക് സപ്ലൈകോയിൽ എത്തിയാൽ ലഭ്യമാകും. അത് നോൺ സബ്സിഡി നിരക്കിലായാലും ഇതേ വില, ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വെളിച്ചെണ്ണയ്ക്ക് പുറമെ തന്നെ അരിയുടെ വില സ്വാഭാവികമായും ജയ, അതുപോലെ തന്നെ മട്ട അരിയൊക്കെ ഇവിടെ 33 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ പകുതിയിലധികം വില മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ 200 രൂപയുടെ ഡിറ്റർജന്റ് ഒക്കെ വെറും 100 രൂപയ്ക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സപ്ലൈകോയെ സംബന്ധിച്ചുള്ളത്. എന്തായാലും വലിയൊരു നീക്കം ഭക്ഷ്യവകുപ്പ് നടത്തി. അതിന്റെ വിജയം എന്തായാലും സപ്ലൈകോ നേടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതാണ് സാധാരണക്കാരുടെ ആശ്വാസ കേന്ദ്രം എന്ന് നമുക്ക് പറയാം സപ്ലൈകോ. ഏതായാലും ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ ഒക്കെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കിഴക്കേക്കോട്ട പീപ്പിൾസ് ബസാറിലെ തിരക്ക് തന്നെ നമ്മൾ കണ്ടില്ലേ. ഏതായാലും 300 കോടിയിലേക്ക് എത്തുകയാണ് അത്രേ സപ്ലൈകോയിലെ വിറ്റുവരവ്. നല്ല കാര്യം തന്നെ. അപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇങ്ങനെ മാർക്കറ്റ് നല്ല വിലയാകുമ്പോൾ സപ്ലൈകോയിൽ സബ്സിഡി നിരക്കിൽ കിട്ടുന്നത് നല്ല കാര്യം തന്നെയല്ലേ. ഏതായാലും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സപ്ലൈകോയെ പോലുള്ളതൊക്കെ ഈ വിപണിയിൽ ഇടപെടൽ നടത്തുമ്പോഴാണ് അവിടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനും കഴിയുന്നത്. അപ്പോൾ